നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയെ അവരുടെ തട്ടകമായ ഇത്തിഹാദിൽ വീഴ്ത്തിയാണ് റയൽ മാഡ്രിഡ് യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമിയിലേക്ക് മുന്നേറിയത്. ആവേശകരമായ ക്വാർട്ടറിൽ ഇത്തിഹാദിലും നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമും സമനില പാലിച്ചു. ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലായിരുന്നു റയലിന്റെ ജയം. ഗോളി ലുനിന്റെ സേവുകളാണ് ഷൂട്ടൌട്ടിൽ റയലിനെ രക്ഷിച്ചത്. സെമിയിൽ ആഴ്സണലിനെ വീഴ്ത്തിയ ബയൺ മ്യൂണിക്കാണ് റയലിന്റെ എതിരാളികൾ. റയലിനോടേറ്റ തിരിച്ചടി ഉൾക്കൊള്ളാൻ സിറ്റി താരങ്ങൾക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. മിഡ്ഫീൽഡർ റോഡ്രിയുടെ വാക്കുകളും വ്യക്തമാക്കുന്നത് ഇതുതന്നെയാണ്. ഇത്തിഹാദിൽ ഒരു ടീമിനെ മാത്രമാണ് താൻ കണ്ടതെന്നും ഭാഗ്യം കൊണ്ട് മാത്രമാണ് റയൽ മാഡ്രിഡ് വിജയിച്ചതെന്നുമാണ് റോഡ്രി പറഞ്ഞത്. രണ്ടാമത്തെ ക്വാർട്ടറിൽ ഞാൻ ഒരു ടീമിനെ മാത്രമാണ് കളിക്കളത്തിൽ കണ്ടത്. സിറ്റിക്കെതിരെ കാര്യങ്ങൾ എളുപ്പമാവില്ലെന്ന് റയലിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അവർ ഡിഫെൻഡ് ചെയ്തു. റയൽ മാഡ്രിഡ് എത്രത്തോളം കഠിനമായ ടീമാണെന്ന് ഞങ്ങൾക്കും അറിയാം. പക്ഷേ എല്ലാം പരിഗണിക്കുമ്പോൾ സിറ്റിയാണ് ജയിച്ച് മുന്നോട്ട് പോകേണ്ടിയിരുന്നത്. പെനാൽറ്റിയിൽ ഭാഗ്യം അവരുടെ കൂടിയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് റയൽ വിജയിച്ചത്. ശരിക്കും സിറ്റിയാണ് ഈ മത്സരത്തിൽ വിജയം അർഹിച്ചിരുന്നതെന്നും റോഡ്രി പറഞ്ഞു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.